കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്, നിസാർ മാമുക്കോയ. പേര് കേട്ടപ്പോൾ തന്നെ ഏകദേശം ആളെ മനസ്സിലായി കാണും. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കൊരൊറ്റ മാമുക്കോയെ അറിയുള്ളൂ. നമ്മെ ഏറെ ചിരിപ്പിച്ച കോഴിക്കോടിൻ്റെ സ്വന്തം നടൻ മാമുക്കോയ. അദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയും ഉപ്പയുടെ ഓർമ്മകളും സി മലയാളം ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് മൂവി LLB ഈ അടുത്ത് കുറച്ച് ദിവസമാണ് അത് റിലീസ് ചെയ്തിട്ടുള്ളത്. സിനിമയിലേക്ക് അഭിനയിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സാധ്യതകൾ മുന്നിലുള്ള ഒരാളാണ്. പക്ഷേ ഏറെ വൈകിയാണ് സിനിമയിലേക്ക് വരുന്നത്. എന്താണ് ഇത്രയും ഇതുവരെ അഭിനയിക്കണം എന്നൊന്നും തോന്നിയില്ലേ? സത്യത്തിൽ എൻ്റെ ഒരു മറുപടി ഇതുവരെ ആരും വിളിക്കാത്തതുകൊണ്ടാണ്. പിന്നെ അവരങ്ങനെ ചോദിച്ചിട്ടുമില്ല. പിന്നെ ഈ സിനിമ നമ്മൾ ഫറൂഖ് AC സിദ്ദീഖ് സാറായിട്ടുള്ളൊരു സൗഹൃദത്തിന് മുകളിൽ സാറ് വിളിച്ചപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നല്ലൊരു വയസ്സൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ നിർബന്ധിച്ച് നിർത്തി ഒരു 2.5 മിനിറ്റ് ഉള്ളൊരു ഇതിങ്ങനെ ചെയ്യിച്ചപ്പോൾ അങ്ങനെ അഭിനയിച്ചു പോയി. അന്ന് ഉപ്പുള്ളപ്പോഴാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ആരോടും ചോദിച്ചൊന്നും പോക്കില്ല. പിന്നെ ഒരു സിനിമ നടനാവുക, പോണോടത്തൊക്കെ ഒരു സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അതൊന്ന് തേച്ച് മിനിക്കായി വന്നാൽ നോക്കാം, ആരെങ്കിലും വിളിച്ചാലൊക്കെ ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് സിനിമയാണല്ലോ, ഇതിന് മുന്നേ അഭിനയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സത്യത്തിലൊരു ഫോട്ടോക്ക് വരെ പോസ്റ്റ് ചെയ്യലില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പം മരണവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇങ്ങനെ TV വരുത്തും, ഇൻ്റർവ്യൂ ആയിട്ടൊക്കെ വരുത്തൊക്കെ തുടങ്ങി. അതിന് മുന്നൊക്കെ വീട്ടിലിങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഫോട്ടോ എടുക്കണമൊക്കെ അങ്ങനെ ഉണ്ടാവുക, ഫോട്ടോസൊക്കെ ഉണ്ടാവുക. പഠിക്കുന്ന സമയത്തൊക്കെയോ ഇപ്പോൾ ആർട്സ് ഡേ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ അതിലൊക്കെ ഒരുപാട് സജീവമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു? ഇല്ല, അതിൽ ഈ ആർട്സിലൊന്നുമില്ല. സ്പോർട്സിലൊക്കെ പിന്നെ കളിക്കാനൊക്കെ വരല്ലാതെ ഒരു സ്റ്റേജിൽ കയറി ചെറിയ പ്രോഗ്രാം പരിപാടിയായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഒരു കലാപരമായ ഒരു പ്രത്യേക വാസനയൊന്നുമില്ല. ഒരു വായിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം പഠിക്കുന്ന സമയത്തൊക്കെ കോളേജിലൊക്കെ ആവുന്ന സമയത്ത് ഈ മാമുക്കോയുടെ മകൻ, അപ്പം ആ ഒരു രീതിയിൽ കൂടെയുള്ള ആളുകളുടെ ഒരു ഇതെന്തായിരുന്നു? അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഉപ്പേനെ വിളിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഒരു SSLC പഠിക്കണമെങ്കിൽ 89-90 ആ സമയത്താണ്. ഒരു 88-89 ആ സമയത്ത് SLC ഹൈസ്കൂൾ. അന്നിപ്പോൾ ഒരു 87 ദൂരെ കൂട് കൂട്ടാം അങ്ങനെ സിനിമയിൽ വന്ന്. പിന്നെ ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ്, സന്മൻസുള്ളൊരു സമാധാനം, അങ്ങനെ കുറേ പടങ്ങൾ ഇങ്ങനെ വന്നു, ചെറിയ പടങ്ങൾ. പിന്നെ ഒരു 90 റാംജിറാവ് സ്പീക്കിംഗ് വന്നപ്പോൾ ബ്രേക്കായി, ഒരുപാട് സിനിമകളായി. അതിൻ്റെ മുന്നേ നാടോടിക്കാറ്റ്, ഗഫൂർ ഖാ ദോസ്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്തൊക്കെ ഞാനൊരു 8 പഠിക്കുമ്പോൾ ഇപ്പോൾ സിനിമാ നടനായിട്ടുണ്ട്. പിന്നെ നമ്മൾ 4 മക്കളാണ്. എൻ്റെ ഇളയതൊരു 3 വയസ്സ് താഴ്ന്നതാണ്. അവർക്കൊന്നും അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും ചെറുത് എന്നിട്ട് ഒരു 10-12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നിങ്ങനെ പഠിച്ചതിന് 90 ഈ റാംജിറാവ് സ്പീക്കിംഗ് ഇറങ്ങിയപ്പോഴാണ് ഇന്നസെൻ്റ്, സായ്കുമാർ, മുകേഷ്, രേഖ, സിദ്ദീഖ് ലാൽ, ഒരുപാട് പേര് ആ പടവുമായിട്ട് ബ്രേക്കായി, ഒരു പ്രത്യേക ഹിറ്റൊക്കെ ആയപ്പോൾ അങ്ങനെ. ആ സമയത്തൊക്കെ പിന്നെ ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്കൂളിൽ വരും, അങ്ങനെയൊക്കെ വരുത്തുന്നുണ്ട്. ഇപ്പം പിന്നെ നേരത്തെ ഒരു നാടൻ സ്വഭാവത്തിലാണ് ഉണ്ടാവുക. ഇവിടെ അങ്ങനെ വന്നാൽ ഇപ്പം ഒരു ആർട്ടിസ്റ്റായിട്ടൊന്നും ആർക്കും തോന്നില്ല. മുന്നോട്ട് പോയാൽ തിരിഞ്ഞ് വന്നിട്ട് വീണ്ടും സംശയിച്ച് നോക്കിയിട്ടൊക്കെയാണ് പോവുക. ഒരു പൗഡർ ഇടുക, അതിന് വേണ്ടി ഒരുങ്ങി നടക്കലൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഇത് കിട്ടിയിട്ടില്ല. സ്കൂൾ ടൈമിൽ എപ്പോഴെങ്കിലും ഒരു വലിയ നടനായി അല്ലെങ്കിൽ നടൻ എന്ന രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് എപ്പോഴെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരിക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ സ്കൂളിലൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞ SSLC കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രീഡിഗ്രിക്കൊക്കെ ഫറൂഖ് കോളേജിലൊക്കെ അങ്ങനെ പോകുമ്പോഴൊക്കെ എന്നെ ചേർത്താനൊക്കെ വരുമ്പോഴൊക്കെ അന്ന് ആൾ നോക്കും കൂടും. അത് തിരക്കുള്ളൊരു സമയമായി 90-നൊക്കെ ശേഷം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ പിന്നെ പോണ വഴിന്ന് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പം ഇങ്ങനെ ആൾ ചൂണ്ടിക്കാണിക്കും, പറയും മക്കളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോഴൊക്കെ കാണും, അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും. കുട്ടിക്കാലത്ത് ഈ അച്ഛൻ ഇങ്ങനെ ഒരു വലിയൊരാളാവുകയാണ് അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു, എന്താ പറയുക, ഉപ്പ ഒരു വലിയ നടനാണ്, അപ്പം ഞങ്ങൾക്കും ആ ഒരു സിനിമയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരുന്നു വീട്ടിലുള്ള എല്ലാവരും. സിനിമയൊക്കെ എല്ലാവരും കാണുമ്പോൾ തന്നെ നമ്മളും കാണാം. പിന്നെ ഉപ്പ ഒരു വലിയ നടനാന്ന് ഇപ്പം അറിയിക്കാത്തതുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ശരിക്കും ഇപ്പം എൻ്റെ ഒരു വ്യക്തിത്വം വല്ലാത്ത വ്യത്യാസം പറഞ്ഞൊക്കെ ഞാൻ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പലതും പറഞ്ഞപ്പോഴാണ്. ഞാനിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, മറ്റേ T ദാമോദരൻ്റെ സാറെ മകളുണ്ട് ദീദി, അവരും ഭർത്താവും വീട്ടിൽ വന്നിരുന്നു. ഇപ്പം മരിച്ച് വന്ന് 2-3 തവണ വന്നിട്ടുണ്ടല്ലോ. ഒരു തവണ വന്നപ്പോൾ ഒരു പുസ്തകം കണ്ടിരുന്നു. അപ്പോൾ ആ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ പുസ്തകം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഈ പുസ്തകം ഒരു എഴുതിയ ആൾക്ക് വേണ്ടി പ്രകാശനം ചെയ്യാൻ ഇപ്പം എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇപ്പം പുസ്തകം വായിച്ച് തീർത്തിട്ട് വരാം. അപ്പോൾ ഒരു സമയം ചോദിച്ചു. അപ്പോൾ ഒരു 15 ദിവസം ഇപ്പം ചോദിച്ചു.
അങ്ങനെ ഒരു ഡേറ്റ് വെച്ചു. ഇപ്പോൾ അത് പ്രകാശനം ചെയ്യാൻ പോയി. ആ പുസ്തകത്തിലെ മെയിൻ കണ്ടൻറ്റുകളും കാര്യങ്ങളും അടിമുടിപ്പ കൃത്യമായിട്ട് പറയാം. അപ്പോൾ അവർ പറയണത് അങ്ങനെ ഒരാൾ ചെയ്യൂല, ഒരു 15 ദിവസം കൊണ്ട് ഞാൻ വായിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് അത്ര ആത്മാർത്ഥത ഇപ്പോൾ ഇങ്ങനെ കാണിക്കാനൊക്കെ ഉണ്ടായി എന്നുള്ളത് ഈ തിരക്കിൻ്റെ ഇടയിലും അങ്ങനെ പലതും എനിക്ക് അന്നേരം അറിയാം. പലതും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ച സമയത്ത് അങ്ങനെ കേട്ടു. ദുബായിൽ പോയൊരു കഥ ഉണ്ട് പറയണേ. ദുബായിലൊരു പരിപാടിക്കൊരു ഒപ്പൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനെ ഇവിടുന്ന് ഫ്രണ്ട് വിളിച്ചാൽ മാമുക്കായി വരുന്നുണ്ട്, കൊണ്ടുപോകണം, ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. റൂമൊക്കെ പിന്നെ പോയ കമ്പനിൻ്റെ ഉണ്ട്. അപ്പോൾ അവരവിടെ ചെന്ന പാടുപ്പനെ ഒരു ബന്ധത്തിലൊരാൾ വന്ന് വിളിക്കുമ്പോൾ വിളിച്ചു പോയി. അങ്ങനെ അവന് 300 ദിർഹംസ് എന്തോ ഡിന്നറിന് ബഫറ്റുള്ള ഒരു ഹോട്ടലിൽ കയറിപ്പനായിട്ട് 2-3 പേര് അവർ ഉപ്പയും കൂടി അങ്ങനെ ഉപ്പം ഇങ്ങനെ തിരിഞ്ഞ് നടക്കന്നെ ഈ ഭക്ഷണത്തിൻ്റെ ഈ ഒരു റോല് മുഴുവൻ നോക്കി എടുക്കുക. അപ്പോൾ ഉപ്പക്ക് തൃപ്തിയാവില്ല. അപ്പോൾ ഇവർ ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട്. 300 ദിർഹംസായിട്ട് ഒരാൾക്ക് പേയ്മെൻ്റ് അവിടെ. ഉപ്പനോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ അതാ പറഞ്ഞെങ്കിൽ കഞ്ഞി മതി. അപ്പോൾ കഞ്ഞും ചമ്മന്തിയും കിട്ടും. കഞ്ഞും ചമ്മന്തി ഒന്നും വലിയ ഹോട്ടലിൽ ഉണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് അതെന്തോ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ തൽക്കാലം വേണ്ടിയത് കഴിച്ചു പോയി. എന്നിട്ട് അവർ ചെറിയൊരു ഹോട്ടലിൽ പോയിട്ട് കഞ്ഞി വാങ്ങിക്കൊടുത്തുന്ന ഒരു ടീം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഉപ്പനെ അങ്ങനെ കുറേ കഥകളാണ് മരിച്ച സമയത്ത് ഓരോരുത്തരും ഓരോ അവരനുഭവങ്ങളുണ്ടല്ലോ. ഉപ്പനായിട്ടുള്ള ബന്ധം എന്നോട് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പലതും പറഞ്ഞു. ആ ഒരു വെളിച്ചപ്പം മരിക്കുന്ന തലേന്ന് വരെ ആ വലുപ്പം അറിയില്ലായിരുന്നു. അതുണ്ട്. ഉമ്മ എങ്ങനെയാ ഉപ്പയുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ കാണാൻ പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പായിരുന്നു? അതായത് ഇപ്പം ഉപ്പ അഭിനയിച്ച സിനിമയാണെങ്കിൽ കാണണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു? സാധാരണ ഉപ്പൻ്റെ സിനിമ വന്നാൽ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഇപ്പോൾ ഉപ്പൻ്റെ സിനിമ വന്നാൽ പിന്നെ ഉപ്പം ഇല്ലാത്ത ചില ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ട്. സത്യനന്ദിക്കാണ്ട് ഉപ്പം ഇല്ലാത്ത പടങ്ങളുണ്ട്, മോഹൻലാലിൻ്റെ പടങ്ങൾ, ഫാമിലി സിനിമകൾ, അങ്ങനെ വിജയിക്കുന്ന പടങ്ങളൊക്കെ എല്ലാവരും കൂടി പോയിട്ട് കാണും. ദിലീപിൻ്റെ പടമൊക്കെ എല്ലാ പടത്തിലും ഇപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ പോയിട്ട് കാണും. മെയിനായിട്ട് പോവാ ഉപ്പൻ്റെ പടത്തിന് തന്നെ പോക്കും കാണലും. എല്ലാവരും കൂടി ഒരുമിച്ചാണ് 10-20 ആൾ മൊത്തം ഉണ്ടാവും. നമ്മൾ 4 മക്കളും പേരക്കുട്ടികളെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഒരാളുണ്ടാവും. വീട്ടിലെങ്ങനെയാണ് ഇപ്പം ഉപ്പയുടെ ഒരു ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള എപ്പോഴും എല്ലാവരും നമുക്ക് ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ക്യാരക്ടേഴ്സാണ് അധികവും ചെയ്തിട്ടുള്ളത്. ചിരിയാണെങ്കിലും കൂടിയിട്ട് ചില ഡയലോഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിവുള്ള ഒരുപാട് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ? വീട്ടിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ കാര്യം ഇതേപോലെ കുറച്ച് കോമഡി ആയിട്ട് പറയുന്ന ഒരാളായിരുന്നോ? ഇല്ലില്ല, സാധാരണ ബാബാമാർ തന്നെ. സിനിമയിൽ കാണുമ്പോൾ ചിരിച്ചതല്ലാതെ ഇപ്പോൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരുപാട് ചിരിച്ചു പോയതായിട്ടുള്ള ഇതൊന്നുമില്ല. സാധാരണ ചിരിക്കുമ്പോഴൊക്കെ ചിരിക്കല്ലാതെ കുറച്ച് നേരം പറയാൻ വേണ്ടി അങ്ങനെ പറയുന്നില്ല. എല്ലാ ഇതുള്ളൂ. സിനിമക്ക് ചെയ്യുമ്പോൾ സിനിമൻ്റെ വേഷം ചെയ്യണത് ഒരു ജോലിയായി തന്നെ ഇപ്പം കാണാം. അത് ഇതായിട്ട് ഇതിനൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ 26-നാണ് ഉപ്പ മരിക്കുന്നത്. അപ്പോൾ ഉപ്പ മരിച്ച് ഇപ്പം 1 വർഷം ആവാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് വീട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്? ഇല്ല, അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ മരിക്കണത് ഞാൻ പറഞ്ഞതാ പലയിടത്തും. ഇപ്പം മരിക്കണത് ബഹ്റൈനിലുണ്ടായത് 2 മാസമായി. ഞാൻ ലാസ്റ്റ് ഉപ്പനെ പെരുന്നാൾ കഴിഞ്ഞ 2 ദിവസം അതിനൊപ്പം മരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കോൾ ചെയ്ത് അന്ന് സംസാരിച്ചു. പിന്നെ ഉപ്പനെ ഈ 26-ന് അറ്റാക്ക്, 24-ന് അറ്റാക്ക്, 25-ന് ഞാൻ വന്നു, 26-ന് ഇപ്പോൾ പോയി. ഇപ്പോഴും വീട്ടിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞാൻ വയനാട്ടിലാണ് താമസം. ഞാൻ വീട്ടിൽ ചെല്ലുകയാണെങ്കിലും ഇപ്പം വീട്ടിലുള്ള പോലൊരു ഫീല് വരും ചെല്ലുമ്പോൾ. അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ വലിയൊരു പ്രശ്നം, മാനസിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് വീട്ടിൽ. ഉമ്മക്ക് വല്ലാതായിട്ടുണ്ട്. ഉമ്മ എപ്പോഴും മരിച്ച 2 ദിവസം കഴിഞ്ഞാൽ അതേ പോസ്റ്റല്ല ഉമ്മ എപ്പോഴും ഉള്ളത്. ഈ കരച്ചിലും പിടിച്ചിലും പരിപാടി തന്നെ. നമ്മളൊക്കെ പിന്നെ കുറേ പുറത്ത് പോകുന്നതുകൊണ്ട് കുറവാകും. എന്നാലും ഇപ്പനെ അങ്ങനെയായിട്ട് മനസ്സിന്ന് അങ്ങോട്ട് നമ്മളൊരു 6 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളതിന് ലയിച്ച് ചേരും എന്നൊക്കെ പറയാം. ഇതങ്ങനെ ഒന്നും ആയില്ല. എപ്പോഴും ഒന്ന് വെറുതെ ആലോചിച്ചിരുന്നാൽ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കണം. ആ അതിൽ തന്നെ അപ്പുള്ളൂ. ഇപ്പൻ്റെ ഒരു ക്യാരക്ടറും സ്വഭാവവും ഒക്കെ അങ്ങനെ തന്നെയാണ് വീട്ടിൽ തന്നെ. വീട്ടിൽ ഇപ്പം നിങ്ങളിപ്പം വയനാട്ടിലാണെന്ന് പറഞ്ഞു. അപ്പം അല്ലാത്ത സമയത്ത് വീട്ടിൽ ഇവിടെ കോഴിക്കോടുള്ള വീട്ടിൽ ആരായിരുന്നു? ഉപ്പയമ്മയും മാത്രമായിരുന്നു? ഉപ്പയമ്മയും ഒരു സിസ്റ്ററും ഉണ്ട്, പിന്നെ അനിയനും ഉണ്ട്. ഒരു സിസ്റ്റർ ഹൈലൈറ്റ് മള്ള, അവളെ ഭർത്താവ് KCBയിലെ ജോലിയാണ്. അവർ കോഴിക്കോട് ഹൈലൈറ്റ് മള്ള. അനിയനും ഫാമിലി ഉണ്ട്, ഒരു പെങ്ങൾ ഫാമിലിയുണ്ട്. അളിയന് ഖത്തറിലുള്ള. പിന്നെ ഞാനും ഫാമിലിയായിട്ട് വയനാട്ടിൽ താമസം. അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, അങ്ങനെ ചെയ്യുന്നത്. മരിച്ച സമയത്ത് ഒരുപാട് ഒരു ചെറിയ ടോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വിവാദം എന്ന് വേണമെങ്കിൽ പറയാം. ഈ മലയാളത്തിലെ മുൻനിര നായകന്മാരും അല്ലെങ്കിൽ ആരും മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ആരും അദ്ദേഹത്തിൻ്റെ മരിച്ച സമയത്ത് ഒരു നോക്ക് കാണാൻ വന്നില്ല എന്നൊരു ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതന്ന് ഞാൻ ആ ഖബർസ്ഥാനിൽ തന്നെ ഒരു
24-ൻ്റെ അത് അന്ന് ചോദിച്ച റിപ്പോർട്ട് ചോദിച്ച ആളെ ഫാദർ ഉപ്പേറ്റ് നല്ല ബന്ധമുണ്ട്. അപ്പോൾ എന്നോട് അതൊക്കെ സംസാരിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ സൈഡിൽ എല്ലാവരും പോയി ഞാനും മക്കളും ഉണ്ട്. അപ്പോൾ ഞാനൊരു ബൈറ്റ് തരാൻ വെച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതാണ്. പിന്നെ അത് ഖബർസ്ഥാൻ്റെ പുറത്ത് ഒരു ക്യാമറയായിട്ട് നോക്കിയിട്ടുണ്ട്, അത് ഞാൻ കണ്ടില്ല. അവരും ചോദിച്ചോ പറയാം. പിന്നെ അവരൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഇല്ല പറയൊന്നുമില്ല, പറയണ്ട, അങ്ങനെ പറഞ്ഞൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു വന്ന്. പിന്നെ അത് കഴിഞ്ഞൊരു അന്ന് വൈകിട്ടും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാണ്. അവർ വന്നില്ല എന്നൊക്കെ പറയാം. അന്ന് മമ്മൂക്ക എനിക്കങ്ങനെ മമ്മൂക്ക ലാലേട്ടാന്നൊന്നും വിളിച്ച ശീലമൊന്നുമില്ല. നമ്മൾ അങ്ങനെ സിനിമാക്കാരായിട്ട് അങ്ങനെ കണ്ടു അപ്പോഴേ കാണുമ്പോൾ വിളിക്കണമല്ലാതെ. അപ്പം അന്ന് മമ്മൂക്കല്ല എന്ന് പറഞ്ഞ് ഉമ്രക്ക് പോയതാന്ന് പറഞ്ഞിട്ട് പിന്നെ മമ്മൂക്ക എന്നെ രഞ്ജിപ്പണിക്കൂർ വന്ന് പോകണമെന്നപ്പോൾ പറഞ്ഞു. ഉമ്മ മരിച്ചതിൻ്റെ ഒരു വിഷമം കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടനെന്തോ ജപ്പാനിൽ പോയതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയില്ല. അത് അന്ന് ഈ റോഡ് പണിയും ഒക്കെ കഴിച്ചാൽ 6 മണിക്കൂർ 7 മണിക്കൂർ അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും വൈകിയ സമയം ആർക്കും വരാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളെ മതാചാരപ്രകാരം ഒരു മരണം കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ കഴിഞ്ഞാൽ അടുത്ത ബാങ്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ ബാങ്കിൻ്റെ മുന്നേ കവറെടുക്കണം എന്നൊക്കെയാണ് പറയാം. അതിങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും ആരും പറയാം. കുവൈത്തിലും എൻ്റെ അനിയത്തിയും കുട്ടികളും ഭർത്താവൊക്കെ ഉണ്ട്. അവരൊന്നും പിന്നെ അന്ന് വരുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് പിന്നെ അതിന് ഒന്ന് വെയിറ്റ് ചെയ്തില്ല. അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മതപ്രകാരം അങ്ങനെ പെട്ടെന്ന് കഴിക്കുക എന്നുള്ള. പിന്നെ ചെറിയ സമയമുള്ളൂ. ഇപ്പോൾ ഒരു 12-1 മണി ആ സമയത്ത് മരിച്ച് 1-3 അങ്ങനെ എന്താണ് മരിച്ച്. പിന്നെ പിറ്റേന്ന് 10 മണി എന്ന് പറഞ്ഞത് തന്നെ രാത്രി ആളുകൾ ഇപ്പം എൻ്റെ ബന്ധങ്ങൾ ഒരുപാട് മേഖല. അപ്പോൾ കുറേ ഈ മരത്തിൻ്റെ പണിയെടുത്തത്, നാടകം അഭിനയിച്ച് നടന്നത്, അങ്ങനെ പല മേഖലയാണ്. പിന്നെ സിനിമേൻ്റെ. അപ്പോൾ ഒരുപാട് ആളുകൾ വരാനും കാണാനും രാത്രി 10 മണി വരെ ടൗൺ ഹാളിൽ അവിടെ 10 മണി കഴിഞ്ഞിട്ടും 12 മണി വരെ കാണാനുള്ള ജനം അന്നുണ്ട്. 2 വരി 3 വരിയൊക്കെ ആയിട്ട് നിന്നുണ്ട്. അന്ന് വീട്ടിലേക്ക് 10 മണിക്ക് അവിടുന്ന് വന്നൊരു വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ജനമുണ്ട്. പിന്നെ അവർ 2 മണി 3 മണി ആയപ്പോഴാണ് ഒന്ന് തീർന്നു. പിന്നെ 6 മണി എനിക്ക് വീണ്ടും ജനമായി. പിന്നെ 10 മണിക്ക് ഖബർസ്ഥാനിലേക്ക് പോയി. അപ്പോഴൊക്കെ ജനം ഉണ്ട്. അതിൻ്റെ ഒന്നും ഒരാൾ വരാനും കാണാനൊന്നുള്ള കുറവൊന്നും ഉണ്ടായില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് നിസ്കരിക്കാൻ കുറഞ്ഞ ആളുകൾ ഉണ്ടാവുക, എല്ലാവരും പ്രാർത്ഥന റെഡിയാവുക. പിന്നെ മമ്മൂട്ടി മോഹൻലാലും വരാത്തതുകൊണ്ട് മമ്മൂട്ടിനും മോഹൻലാലും അടുത്ത് ഇപ്പോൾ ഒരുപാട് സിനിമ അഭിനയിച്ചാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അവർ വരാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടക്കേടുകൊണ്ട് ഇഷ്ടക്കുറവുകൊണ്ടും കൂടുതലുകൊണ്ടൊന്നും വരാതൊന്നും ഒന്നല്ല. എല്ലാവരും സാഹചര്യം ആയിട്ട് തന്നെ. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും വന്നു കഴിഞ്ഞ്. ഇപ്പോൾ ലാലേട്ടന് കഴിഞ്ഞ ഒരു മാസം മുന്നിട്ട് അതിന് വന്നുപോയി. അതിൻ്റെ മുന്നേ ജയറാം വന്നു, അതിൻ്റെ മുന്നേ ദിലീപ് വന്നു, അതിന് മുന്നേ സുരേഷ് ഗോപി മരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വന്നു. അങ്ങനെ സൗകര്യം ഒത്തു വരാൻ അതിലൊന്നും ഒരാളൊരു പരാതി പറയാനും പാടില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നാടക രംഗത്തിലൂടെയാണ് വരുന്നത്. അപ്പം ആ സമയത്ത് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് അന്യരുടെ ഭൂമിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സിനിമ സുർമ എഴുതിയ കണ്ണുകൾ എന്ന് പറഞ്ഞിട്ട് കണ്ണുകൾ. അപ്പോൾ അത് ഈ വൈക്കം മുഹമ്മദ് ബഷീറാണ് അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തതെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഈ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ഉപ്പയുടെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ബഷീർക്ക് എൻ്റെ അയൽവാസിയാണ്. നമ്മൾ അയൽവാസിയാണ്. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്ത് ബഷീർക്ക്. ഒഴിവുള്ള സമയത്തൊക്കെ ബഷീർക്ക് എൻ്റെ അടുത്ത് തന്നെയാണ്. ബഷീർക്കാണ് ഈ സുറുമയിട്ടാണ്ടുകൾ എന്ന സിനിമ കേട്ടോ പറഞ്ഞയച്ചത്. അവർക്ക് എൻ്റെ ഫ്രണ്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തതാണ്. പിന്നെ ബഷീർഖാൻ്റെ ഉറപ്പിൽ കുറേ ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എഴുത്തുകാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകാര ബന്ധങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഒരുപാട് കോഴിക്കോട് ഇപ്പോൾ പേരെടുത്ത് നമ്മൾ SK പൊറ്റക്കാട് അല്ലെങ്കിൽ KT മുഹമ്മദ് എന്നൊക്കെ പറയണ പോലെ അവരെക്കാളും ഉള്ള ആളുകളും കഴിവുള്ള മിടുക്കുള്ള ആളുകളൊക്കെ അന്നുണ്ട്. കുറേ അറിയാതെ പോയത് പേരുള്ളവരൊക്കെ ഉണ്ട്. കുറേ പിന്നെ അറിയുന്ന ആളുകളാണ്. ബഷീർഖാൻ്റെ വീട്ടിലാണ് പിന്നെ അധികം ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ടാവുക. അന്ന് സുഖമില്ലാത്ത അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊക്കെ ഞാനും ഉപ്പയും കൂടി തന്നെ. ബഷീർക്കൊക്കെ ചെറിയൊരു കുഴപ്പമുണ്ട്, ഒരു മാനസിക രോഗമുണ്ട്. ബഷീർക്ക് ചിലപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഉടുതുണിയൊന്നും ഇല്ലാതെ ഇരുന്നാളും ചമ്പ്രം ഇട്ടിരിക്കും. അപ്പോൾ ആരും വന്നാൽ സമ്മതിക്കില്ല. അപ്പോൾ വൈഫ് തോർത്ത് കൊണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇല്ലയോടാ കണ്ടോടാന്ന് ചോദിക്കും. പിന്നെ മകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇല്ലയോടാന്ന് ചോദിച്ചു. അങ്ങനെ പിടിച്ചു വലിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കാം. അപ്പോൾ ഇതിങ്ങനെ കൂടുതൽ വരും. അങ്ങനെ കുറേ ആളുകൾ ഉപ്പൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ ഉപ്പനെ രാത്രി വിളിക്കാൻ, ഇപ്പോൾ ചില സ്ഥലത്ത് ഇവരൊക്കെ കൂടി ഇരിക്കുന്നത് വിളിക്കാൻ വേണ്ടി പോലും ഇവരൊക്കെ വീട്ടിലിറക്കിയിട്ടൊക്കെ ലാസ്റ്റ് ഉപ്പനെ എൻ്റെ വീട്ടിലേക്ക് കേട്ടിനൊക്കെ ഞാൻ ഒരുപാട് തവണ വീട്ടിൽ കൊണ്ടുപോയി. അതൊക്കെ ഞാൻ നാൾ പറഞ്ഞ പോലെ ഇപ്പോൾ മാനാഞ്ചറിൻ്റെ അവിടെ കോഴിക്കോട് മാനാഞ്ചറിൻ്റെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടിൻ്റെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നു അന്ന് ഈ കേട്ടിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കിയതൊക്കെ കുറേ വർഷം, ഒരു 20-25 വർഷം മുമ്പ്
കേട്ടിനൊക്കെ വീട്ടിൽ കൊണ്ടുപോയത് ആലോചിക്കുമ്പോൾ ഇന്ന് അയാൾ പ്രതിമ അവിടെ ഉണ്ട്. എനിക്ക് അന്നൊന്നും അറിയില്ല ഇയാൾ ഇത്രമാത്രം വലിയ പ്രതിഭ എന്നുള്ളത്. പിന്നെയാണ് അറിയുക, അങ്ങനെ വായിച്ചിട്ടൊക്കെ. അപ്പോൾ ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ച സമയത്ത് ഉപ്പ എങ്ങനെയായിരുന്നു അവിടെ? ഉപ്പ സജീവമായിട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ പോകും. ആരെങ്കിലും പുറത്തുനിന്ന് ആരും വന്നാലും അവരെ കൂടെ പോകണമെങ്കിൽ പോകും. അവിടെ അനുസ്മരണങ്ങളും പരിപാടികളുണ്ടെങ്കിൽ പോകും. പ്രത്യേകിച്ച് അവിടെ നിന്ന് പറയാനുണ്ടെങ്കിൽ അന്വേഷിച്ച് മക്കളൊക്കെ പിന്നെ ഏറ്റവും നല്ലതുണ്ട്. അവരൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഇപ്പോൾ പോകണം. വലിയ ബന്ധം തന്നെ. അപ്പോൾ വീട് ഇപ്പം മകനുണ്ട്, അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിലേക്കാണ്, അതിലൂടെയാണ് ഒരു ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് സജസ്റ്റ് ചെയ്ത ആള് ശ്രീനിവാസൻ സാറായിരുന്നു. ദൂരെ കൂടെ വിട്ടാൻ തന്നെ സിനിമ. അങ്ങനെ ശ്രീനിവാസനാണ് കഥ എഴുതിയത്. ശ്രീമലയിലെ സംവിധാനം. അതെ. അത് കഴിഞ്ഞ ശേഷം നാടോടിക്കാറ്റിന് വേണ്ടി സത്യൻ അന്തിക്കാടിനോട് ശ്രീനിവാസൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. പിന്നെ ചെറിയ സിനിമകൾ, അതൊക്കെ ഒരു 2 സീനാണ്. അങ്ങനെ ചെറിയ സിനിമകൾ. സത്യൻ അന്തിക്കാട് ചിത്രത്തിൽ ഒരുപാട്, ഇപ്പോൾ മാമുക്കോയെ പോലെ തന്നെ ഒരുപാട് എപ്പോഴും ഉണ്ടാകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ സ്ഥിരമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, അതിലൊന്ന് മാമുക്കോയ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ ശ്രീനിവാസൻ സാറുമൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു? പുള്ളി ഭയങ്കര ബന്ധമായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊതുവെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ വിളിച്ച് കുറേ കഥ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചത് അറിയാത്തിന് കുറേ ദൂരമുള്ളതാണെങ്കിൽ ഇപ്പം അങ്ങനെ പോകണമെന്നൊന്നുമില്ല. അങ്ങനെ പോകണില്ലൊന്നും ഒരു പ്രത്യേകിച്ചൊരു കാര്യം. അടുത്തൊക്കെ ആണെങ്കിൽ പോയാലൊക്കെ മതിയല്ലോ. പിന്നെ അങ്ങനെ വിളിക്കുമ്പോൾ സത്യാന്തികാട് മെന്നാന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ വല്ലപ്പോയാ വിളി, പക്ഷേ വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓർമ്മയുള്ള പോലെ സംസാരിക്കണ പോലെ തോന്നും. ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ ആ ബന്ധത്തിൽ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യണതിലൊരു ഇതില്ലല്ലോ. അങ്ങനെയൊക്കെ പറയും. ശ്രീനിവാസനായിട്ട് ആരായിട്ടാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം ചേട്ടൻ തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആ പ്രാധാന്യം മനസ്സിലാക്കുക. ഇപ്പം ഒരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിലെല്ലാം ഉപ്പയുടെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉപ്പയുടെ ഓർമ്മകളെല്ലാം ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നിയത് എന്തുകൊണ്ടാണ്? സത്യത്തിന് ആ ലൈം ലൈറ്റിലൊന്നും ഇല്ല, എവിടെ അങ്ങനെയാണല്ലോ. പിന്നെ ഈ ഇൻ്റർവ്യൂ ഇപ്പൻ്റെ മരിച്ച സമയത്തുള്ള കുറേ വീഡിയോസ് വന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട് വിളിക്കലും പറയലൊക്കെ. പിന്നെ ഒരു ഫേസ്ബുക്ക് ഒരു പേജ് ഓപ്പൺ ചെയ്താൽ, അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിലിങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ തന്നെ. അങ്ങനെ ശ്രീജിത്ത് രവിനെ ടി ജി രവിനൊക്കെ പോയിട്ട് ചെയ്താൽ. ഇപ്പം ഞാൻ ഇവിടെ വിനയ് വിശ്വമിൻ്റെ അടുത്ത് വന്നതിനൊന്ന് അങ്ങനെയുള്ളൊരു ചെറിയ പരിപാടി. അപ്പോൾ അതിൽ നിന്ന് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ വലിയൊരു ബിസിനസ്സായിട്ട് ചെയ്യാനൊന്നുമില്ല. അത് നമ്മൾ ഡയറി ചെയ്യും പോലെ, ഡയറി ചെയ്ത് വെക്കും പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ആലപ്പുഴയിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു 2 വൃക്ക ഒരു സ്ത്രീൻ്റെ വൃക്ക തകരാറില്ല. അതിൻ്റെ ഒരു ഭർത്താവ് നേരത്തെ അവർ മുസ്ലിമായിരുന്നു. പിന്നെ ഒരാളെ കൂടെ ഇറങ്ങിപ്പോയി ക്രിസ്ത്യാനിയായി. അപ്പോൾ ആ വീട്ടിലും ഇല്ല, ഈ വീട്ടിൽ സ്വരചേർച്ചയിലല്ല. അതിൽ 3 പെൺമക്കളുണ്ടായി. ആ ഭർത്താവ് ഒരു 4 കൊല്ലം മുന്നേ സൗദിയിൽ നിന്ന് മരിച്ച്, സൗദിയിലെ ഖത്തറിലിട്ടായിരുന്നു മരിച്ചു. അപ്പോൾ 2 വൃക്കയും പോയി ജീവിക്കാനും ആകില്ല. അപ്പോൾ അവരൊരു വീഡിയോ അപ്പോഴത്തേക്ക് വർഗീയത പൊട്ടിപ്പുറപ്പെട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ഫേസ്ബുക്കിൽ അതിട്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ ഈ ഒളിച്ചോടി പോയത് മുസ്ലാമൊന്നും ഇതിലേക്ക് ഒളിച്ചോടി പോയതുകൊണ്ട് മറ്റേ അള്ള കൊടുത്ത ശിക്ഷയാണ്. അള്ള ബംഗാളി ഒക്കറല്ലോ, അള്ള ഇങ്ങനെ ചാടി പോകണവരെ നോക്കിയിട്ട് ശിക്ഷ കൊടുക്കാൻ. ഈ നല്ല പാട്ട് പാടുന്നവരും എല്ലാവരും മുസ്ലിം ആവണമെന്നില്ല, ധർമ്മം ചെയ്യണവരൊക്കെ മുസ്ലിം ആവണമെന്നില്ല. ഈ ടാറ്റൻ്റെ ആളൊന്നും ധർമ്മം ചെയ്യണ പോലെ ആരും ചെയ്യണ്ടല്ലോ ഇന്ത്യയിൽ, ടാറ്റൻ്റെ പോലെ. അപ്പോൾ അത് അങ്ങനെ പഠിച്ചവന് അള്ളങ്ങനെ കൊടുക്കേണ്ടതൊന്നല്ല. ഇവർക്ക് സുക്കേട് വന്ന് നമ്മൾ കാണണ്ടേ. അതിനൊരു വീഡിയോ ചെയ്തതിന് ഭയങ്കരമായിട്ട് ഈ വർഗീയത പൊട്ടിപ്പുറപ്പെട്ടു. അതൊന്നും ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ വ്യക്തമായിട്ട് പല സുഹൃത്തിലും പല ആയത്തുകളും ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റേ ഈ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക. ഓരോ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ഈ മതത്തിനെ വ്രണപ്പെടുത്തുന്ന ഒരു ആളുകളെ രീതിയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും ഇപ്പോൾ ഇന്നലെ പോയിട്ട് വീണ്ടും അതിനൊരു കമൻറ്റും പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് ആ വരവ് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വന്നു. അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോസ് ഇനിയും, അതായത് ഇതേമാതിരി ഓരോരുത്തർക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇനിയും ഈ ഒരു ചാനലിലൂടെ കൊണ്ടുവരാൻ അവർ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഇത് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. അവർക്ക് അങ്ങനെ ഒരുപാട് ആളുകളെ സമീപിച്ചിട്ടുണ്ട്, അതിനൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവരെന്നെ അവിടുന്ന് പറഞ്ഞത് ഈ ചാരിറ്റി പ്രവർത്തകർ, അവർ അവിടുത്തെ ഒരു മുൻ എം എൽ എനെ കണ്ട് ചാരിറ്റി പ്രവർത്തകർ ആരോടൊക്കെ വിളിച്ചു, ഒരുപാട് തവണ വിളിച്ചിട്ട് ആരും വന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഈ മേഖലയിൽ ഈ മേഖല എന്നല്ല, ഒരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കണമെന്നില്ല. ഇങ്ങനെ ചെറിയൊരു ഇത് ഇപ്പം മരിച്ചപ്പോഴുള്ള ഒരു ഇതിലിങ്ങനെ അറിയാൻ തുടങ്ങിയ
അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ അതിൽ സഹായിച്ചു കൊടുത്തു. അതിനൊന്നും അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോഴേക്ക് കയറിയിട്ട് അതിൽ ഒരു ഇപ്പോൾ 2.5 ലക്ഷം ആൾ കണ്ട്, ഒരാൾ 20 ഉറുപ്പ്യ ഇട്ടാൽ 50 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവില്ല അവർക്ക് പൈസ ഉണ്ടാവും. വെറും 20 ഉറുപ്പ്യ ഒരാൾ ഇട്ടാൽ മതി. ആ സമയത്ത് ഈ വേണ്ടാത്ത കമൻറ്റുകൾ, ആ വർഗീയത അങ്ങോട്ട്, അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലൊക്കെ മനുഷ്യനെ സഹായിക്കാനുള്ള രീതിയൊന്നുമല്ല, നശിപ്പിക്കാൻ ഇല്ലാതാക്കുക എന്നുള്ള രീതിയാണ്. അങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായി. അപ്പോൾ അതൊക്കെ വേറെ ഒരുപാട് ആൾ വിളിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയത്. അവരെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഹെൽപ്പായോ? അവർക്കിപ്പോൾ കുറച്ച് ശരിക്കും 3.5 ലക്ഷം അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ കാശ്. അവർക്ക് 35 ലക്ഷം ഉറുപ്പ്യ വേണം. ഇപ്പോൾ അവർക്ക് ഒരു ഈ ഡയാലിസ് കൈത്തിൽ ഇത് കഴിഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ കയ്യിലേക്ക് മാറി. ആഴ്ചക്ക് 3 എണ്ണം ചെയ്യണം. സർക്കാർ ഹോസ്പിറ്റലിൽ കിട്ടുകയാണ് മാസത്തിലൊരു ചാൻസൊക്കെ കിട്ടുക. ആഴ്ചക്ക് 3 എണ്ണം ചെയ്യുന്ന ആൾക്ക് മാസത്തിലൊന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് സഹായിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇങ്ങനെ വർഗീയത നല്ല വർക്കൗട്ട് ചെയ്ത്. അതുകൊണ്ട് പക്ഷേ അതിന് കുറച്ച് വ്യൂസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ആ വ്യൂസ് ഇല്ല. എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. അതിന് ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഒരു മതത്തിൻ്റെ ഒരു വിശ്വാസം എൻ്റെ പഠിച്ചവനോട് ഞാനതൊക്കെ സംസ്കാരവും നിലയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾ തന്നെ. അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് എൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളെ മതം. ഇപ്പം മരിക്കുന്നതിൻ്റെ കൃത്യം 1 മാസം മുന്നെയാണ് ഇന്നസെൻ്റ് മരിക്കുന്നത്. അപ്പം ആ സമയത്ത് സത്യം എന്താ പറയുക, എല്ലാവരും ഒരുവിധം എല്ലാ നടന്മാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഒരുപാട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ഒരു ഇതായിരുന്നു. അന്ന് ഉപ്പ ദുബായിൽ ഉപ്പ ഉള്ള സമയത്ത് ഉപ്പൊക്കെ അവിടെ ഒരു ഗോൾഡൻ വിസൻ്റെ ആവശ്യത്തിന് ഒരു മാർക്കോണി ഇക്ബാൽ എന്നിട്ട് ഒരാളെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇപ്പൊക്കെ അതിന് കുറേ അവിടെ നിൽക്കേണ്ടി വന്നു കുറച്ച്. അപ്പൊക്ക് കഫക്കെട്ടുള്ളതുകൊണ്ട് ഇത് ലങ്സിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ മെഡിക്കൽ പൊട്ടിപ്പോയിട്ട് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് അവരെന്തോ ഒരു പ്രഷർ ചെയ്തൊക്കെ നോക്കി വീണ്ടും കൃത്യമായിട്ട് എടുത്തിട്ടാ ചെയ്യുന്നത്. അത് ചെയ്യണ അന്നാണ് ലാസ്റ്റ് ഇത് മെഡിക്കൽ കൊടുത്ത അന്നാണ് ഇന്നസെൻ്റ് മരിക്കണേ. അപ്പം അന്നൊരു വേറൊരു പാർട്ടിൻ്റെ പ്രോഗ്രാമിന് പോയതുമാണ്. അതും കഴിയുന്നുണ്ട്. അപ്പം അന്ന് ഇന്നസെൻ്റ് മരിച്ച് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇട്ടച്ച് പോരാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ വന്ന്. അതിൻ്റെ പിറ്റേന്ന് ഉപ്പയും ഉമ്മയും ഇന്നസെൻ്റ് വീട്ടിൽ പോവുകയും ചെയ്തു. അല്ലാതെ വേറൊരു ടീമിനായിട്ട് ഒരു കമ്മിറ്റ് ചെയ്തൊരു സാധനമില്ല. ഒരുപാട് നഷ്ടങ്ങൾ പലവർക്കും ഉണ്ടാവും ഇപ്പോൾ തിരിച്ചു വന്നാൽ. ആ ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ഇപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു, അല്ലെങ്കിൽ നാട്ടിലെല്ലാം ഇറങ്ങി എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന അങ്ങനെ ഒരാളായിരുന്നു? അധികം മീൻ മാർക്കറ്റിലാണ് ഉണ്ടാവുക. പിന്നെ പച്ചക്കറി കട, മറ്റുള്ള കടയിലൊക്കെ പോയി മീൻ മാർക്കറ്റിൽ തന്നെ ഒരു 4 പ്രാവശ്യം പോയി മീൻ വാങ്ങി വന്ന് വീണ്ടും അടുത്ത മീൻ വരുമ്പോൾ ഒരു വിളിക്കും വീണ്ടും പോകും. അപ്പോൾ ഈ തോണിക്കാരൊക്കെ കൊണ്ടുവരുന്ന മീനൊക്കെ വാങ്ങാനൊക്കെ പോയി വന്നു വീട്ടിലിരിക്കൽ ചുരുക്കുക. പിന്നെ വൈകിട്ട് എവിടെയെങ്കിലും സുഹൃത്തുക്കളെടുത്ത് പോയിട്ട് ഇരിക്കാനൊക്കെ പോകും. ഇതിന് മുന്നേ എപ്പോഴെങ്കിലും പഠിക്കുന്ന കാലത്തൊക്കെ സിനിമയിൽ എത്താം, അല്ലെങ്കിൽ ആ ഒരു മേഖല എനിക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്കും ഒക്കെ എന്ന് തോന്നില്ല. ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആഗ്രഹം സിനിമ നല്ലൊരു പബ്ലിക് ഫിഗർ ആവുക, പോണടുത്തൊക്കെ ആൾ കൂടാന്നൊരു സുഖമുള്ള പരിപാടിയാണ്. അത് എല്ലാവർക്കും ഉണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു എടുക്കൊന്നുമില്ല. അങ്ങനെ ഒരു കഴിവുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും ഉപ്പനോട് സംസാരിച്ചിട്ടുണ്ടോ അഭിനയിക്കാന്നുള്ളതിനെ? ഇതുവരെ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ സിനിമ തന്നെ പറഞ്ഞപ്പോൾ ഉപ്പനോട് പറഞ്ഞപ്പോൾ പോയോക്ക് എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഉപ്പയായിട്ട് ചോദിക്കായിരുന്നു. കാരണം ഇപ്പോൾ ഒരുവിധം നാടന്മാരെ എല്ലാം മക്കളും അവരെ പിന്തുടർന്ന് അഭിനയത്തിലോട്ട് വരുന്ന ഒരു സമയം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ ഉപ്പ? ഇല്ല, അങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ടില്ല, വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ചോദിക്കില്ല, അങ്ങനത്തെ സംസാരങ്ങളൊന്നും ഉണ്ടായാലൊന്നും. മറ്റുള്ള കഥകളൊക്കെ യാത്രയിലൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉള്ളു. വേണ്ടെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ താല്പര്യം എടുത്ത് പറഞ്ഞിട്ടുമില്ല. ആദ്യമായിട്ട് അഭിനയിച്ചപ്പോൾ എന്താ തോന്നിയത്? ഉപ്പയെ മിസ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോ? അല്ല, അന്ന് ഈ ക്യാമറ മുന്നിലൊക്കെ പെട്ടെന്ന് ഒരു ചെറിയ സീന് ആദ്യമായിട്ട് ക്യാമറയില്ല. അപ്പോൾ ഒരുപാട് പേരുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ ആളുകളും പിന്നെ റോഡ് ബ്ലോക്കായിട്ടുള്ള ഒരു സാധനം, ബാക്കിൽ കുറേ പ്രവർത്തകർ. അത് ലേശം ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാക്കി. അല്ലെങ്കിൽ ലേശം സമാധാനമുള്ളൊരു സീന് കുറച്ച് ഇതൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ പോയിരുന്നു. അതായത് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. ഇപ്പോൾ ഉപ്പ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടുതലായിട്ടും കോമഡി ക്യാരക്ടേഴ്സാണ്. അപ്പം അങ്ങനെ കോമഡി ക്യാരക്ടേഴ്സാണോ ഇഷ്ടം, അല്ലെ അത് കഴിഞ്ഞ് ഒരുപാട് സീരിയസ് റോളിൽ വന്നിട്ടും നമ്മളെ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പം ഉപ്പ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിരുന്നോ അതായിരുന്നോ ഇഷ്ടം, അല്ലെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിരുന്നോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നുമില്ല. ഏത് സിനിമ ഉണ്ട്, ഏത് ക്യാരക്ടർ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അയാൾ അതിന് ആപ്റ്റാണെങ്കിൽ അത് കണ്ടിരിക്കാൻ. ചില നടന്മാരൊന്നും ചില ക്യാരക്ടറും തീരെ സൂട്ടാവില്ലല്ലോ, നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. എത്രയോ സിനിമകൾ അങ്ങനെ ഇല്ലാതായി പോയി. ചില ആളുകൾ സത്യനന്ദിക്കാട് പറഞ്ഞ പോലെ ആ ആളിൻ്റെ കഥാപാത്രത്തിന് സൂട്ടാന്ന് പെട്ടെന്ന് തോന്നും, അപ്പോഴേ സൂട്ടായി. പിന്നെ അയാൾ അഭിനയിക്കണമെന്നും വേണ്ട, അയാൾ പെരുമാറിയാൽ മതി.
അല്ലെങ്കിൽ ഒന്നിനും പറ്റൂല. അത് സിനിമയൊക്കെ മൊത്തം ഇങ്ങനെ കൂട്ടിക്കെട്ടിയ മാതിരി ഉണ്ടാവും. ഈ സിനിമ അങ്ങനെ തന്നെ. അഭിനയത്തിൽ ഇനി എന്തായാലും സജീവമാവാനാണ് അത് ആള് വിളിക്കണ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വിളിക്കാനനുസരിച്ച്. അപ്പം ഇതേമാതിരി ഏതെങ്കിലും ഒരു ക്യാരക്ടറാണ് എനിക്ക് ആപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആവുന്നത് എന്ന് തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഇത് വിളിക്കണ പോലെ ആദ്യം ഓർക്ക് തോന്നണം, പിന്നെ കണ്ടാൽ എനിക്ക് പറ്റുമെന്ന് ഞാനും ഒരിട്ടും ചർച്ച ചെയ്തിട്ടൊക്കെ ചെയ്ത് നോക്കാം എന്നൊരു വിശ്വാസവും താല്പര്യമുണ്ട്. അത്രേ ഉള്ളൂ. സിനിമയോട് വലിയൊരു പാഷനും അങ്ങനെ ആയിട്ടൊന്നുമല്ല. പക്ഷേ എന്നാലും ഇനി തുടർന്ന് പോകാന്നുള്ളൊരു ആഗ്രഹമാണ്. ഇതൊരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടല്ലേ? അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം ഇനി ഏതെങ്കിലും ഇപ്പോൾ LLB ഓൾറെഡി റിലീസായി കഴിഞ്ഞു, ഏതെങ്കിലും പുതിയ സിനിമയിൽ പ്രോജക്ട്സ് ഉണ്ടോ? 2-3 പറഞ്ഞിരിക്കണ്. അതിന് തീരുമാനം 2 മാസം കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും. 2-3 സിനിമ സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞതുണ്ട്. അതെങ്ങനെയാ? ഒരുപാട് കുറച്ച് നേരം സ്ക്രീനിൽ ഉണ്ടാവുന്ന ഇതിൽ അധികം നേരം നമുക്ക് സ്ക്രീനിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി അങ്ങനത്തെ ഒരു ക്യാരക്ടറായി തന്നെ ഒരു വില്ലനായിട്ട് എന്ന് പറഞ്ഞിട്ടും വേറൊരു സാധാ കഥാപാത്രമായിട്ട് പറഞ്ഞിട്ടും ഒരു ഹോട്ടലുകാരനായിട്ട് ഇപ്പം ചെയ്യണ പോലെയൊക്കെ ഉള്ള ഒരു വയസ്സൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞ് വിളിക്കണം. അവർ വിളിക്കണം, ചിലപ്പോൾ സിനിമ നടക്കണം, എല്ലാം ചർച്ച ഒക്കെ ചെയ്യുന്നുണ്ട്. തീരുമാനമൊക്കെ ആയതാണ്. പിന്നെ അത് വൈകൊന്നും മുടങ്ങാതൊക്കെ വന്നാൽ സിനിമ എടുത്തിട്ടും പെട്ടി കിടക്കാതെ വന്നാൽ കാണാം. വിളിച്ചിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതായാലും ഉപ്പയെ പോലെ തന്നെ ഇനിയിപ്പം നിങ്ങളെയും ഒരുപാട് സിനിമകളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.